ആൻഡ് യു വാച്ചിങ് മെയ്ഡ് ബൈ നന്ദന. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പൊതുവേ ചെയ്തിട്ടുള്ള പോലെ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് അല്ല. അപ്പോൾ നമ്മൾ മിക്ക വീഡിയോസിലും ഇതുപോലെ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് നൗ നമ്മൾ ഇന്നൊരു ട്രഡീഷണൽ ആർട്ട് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ അധികം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിലൂടെയാണ് ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഈ ഗ്ലാസ് ഒന്നും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഗ്ലാസ് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് വർക്ക് ആയില്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെ അടുത്ത് കളയും. അതെ, നമ്മുടെ ക്ലോക്ക് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഈ ക്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മുടെ വാൾ ഹാങ്ങിങ്ങിനൊക്കെ ബെറ്റർ ഓപ്ഷനാണ്. കാരണം അവിടെ ഇതുപോലെ ഹൂക്ക് ഉണ്ടല്ലോ തൂക്കിയിടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഹൂക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വാൾ ഹാങ്ങിങ്ങിനും പറ്റും, ഗ്ലാസ് പെയിൻറ്റിങ്ങും ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമുക്കിതിൽ ഈ ഗ്ലാസ് നമുക്ക് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഈ ഗ്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് മാറ്റി വയ്ക്കാം. ഈ ക്ലോക്കിലും വേറെ പണിയുണ്ട്. നമുക്ക് ആദ്യം ഈ ഗ്ലാസ് പെയിൻറ്റിങ് ഫുൾ ചെയ്യാം. അതുവരെ നമുക്കിത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടി മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ്സാണ്. ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ എല്ലാം പൊട്ടിയ ഗ്ലാസ്സൊന്നുമല്ല, നല്ല നീറ്റായിട്ടുള്ള ഗ്ലാസ്സാണ്. നിങ്ങൾ തുടച്ചൊക്കെ വെക്കുകയാണെങ്കിലും ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇതിന് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു പടം വേണമല്ലോ. അപ്പോൾ ഞാൻ ഇച്ചിരി വലിയൊരു പടമാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാണാം, ഇതാണ് ഞാൻ വരച്ചിട്ടുള്ള പടം. അപ്പോൾ ഈ പടം എങ്ങനെ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ നേച്ചർ തീം, സിമ്പിളായിട്ട് നേച്ചർ തീം എടുക്കാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ റിലീജിയസ് ആയിട്ട് ഗോഡിനോ അങ്ങനെ എന്തെങ്കിലും തീംസ് എടുക്കാവുന്നതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫാറി തീമോ ക്യാൻഡി തീമോ അങ്ങനെ എന്തെങ്കിലും തീമോ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ട്രഡീഷണൽ തീമാണ് എടുത്തത്. നമ്മൾ ഗിഫ്റ്റിംഗ് ഓപ്ഷനായിട്ടൊക്കെ മിക്കവരും ഇത് കൊടുക്കാറുണ്ടല്ലോ. ഹൗസ് വാമിങ്ങിനൊക്കെ ഇതുപോലെ ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലത്തേക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ആവുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഞാൻ ഈ പെയിൻറ്റിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പണ്ട് വരച്ചൊരു പടമാണ്. അത് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ പടത്തിനൊന്നും പറ്റാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഗ്ലാസ് നമുക്ക് ഇതിനെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ യെസ്, ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ്റിങ് തുടങ്ങുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഉള്ളത് ആദ്യം താഴെയുള്ള സംഭവങ്ങൾ എന്നിട്ട് മേലിലുള്ള സംഭവങ്ങൾ. അത് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് കണ്ണ്, പൊട്ട്, ചുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റിങ്ങോ ഒക്കെ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ലൈറ്റ് റിഫ്ലക്ഷൻ അറിയാനായിട്ട് നമുക്കൊരു വെള്ള ഡോട്ടിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പൊട്ട് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ വെള്ള കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വെള്ള വേണം. പെയിൻറ്റിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് പോലെ കറക്ഷൻ പെൻ, വൈറ്റ്നർ എന്നൊക്കെ പറയുന്നത് യൂസ് ചെയ്താൽ മതി. വൈറ്റ്നറാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് വൈറ്റ്നർ ഇട്ട് ഒരു ഡോട്ട് ഇടാണ്. അപ്പോൾ ഞാൻ ഡോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് കൃത്യം സെൻറ്ററിൽ വയ്ക്കുകയാണ് ഞാനിവിടെ. ഇവിടെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം, വീഴാതിരിക്കാനാണ്. ഓക്കെ, നമുക്ക് ഇനി ഡോട്ട് ഇടാം. ഇത് മെയിൻ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് കളയുമ്പോൾ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ സൂക്ഷിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് യൂസ് ചെയ്തും ഒരു ഡോട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറ സൈഡ് ഒരു ഡോട്ട് ഇടാം. അപ്പോൾ ഞാൻ എവിടെയും ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊട്ടിൻ്റെ സ്ഥാനത്തും ഒരു ഡോട്ട് ഇടണം. യെസ്, അപ്പോൾ ഞാൻ അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റാവാനായിട്ട് വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ്. ഡ്രൈ ആയി മാത്രമേ അടുത്ത പോർഷൻസ് വെച്ച് പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തം കൊളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്ലോലി ആയിട്ട് ചെയ്യണം. ടൈം എടുക്കുന്ന പണിയാണ്. അപ്പോൾ നമുക്കിത് ഡ്രൈ ആവാൻ വയ്ക്കാം. അങ്ങനെ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. പോയതാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ വരയ്ക്കാനായിട്ടുള്ളത് എനിക്ക് ലിപ്പിൽ കളർ ചെയ്യാനുണ്ട്. പിന്നെ ഈ പൊട്ട് കളർ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തൊരു വൈറ്റ് പാർട്ടുണ്ടല്ലോ, ആ ഒരു വൈറ്റ് പോർഷനും കളർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫേസ് ഫുള്ള് നീല കളർ പെയിൻറ്റ് ചെയ്യാം. പിന്നെ നെക്കിൻ്റെ ഈ ഭാഗത്തും പിന്നെ ഇവിടെ ഇടയിലൊക്കെ ആയിട്ടും നമ്മുടെ ബോഡിയുടെ ബ്ലൂ കളർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കളർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കളർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലിപ്പാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലിപ്പ് കളർ ചെയ്യാം. അപ്പോൾ നമ്മളപ്പോൾ ലിപ്പ് കളർ ചെയ്യാൻ ഞാൻ റെഡ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്ലോലി കളർ ചെയ്യാണ്.
ഓക്കെ, നമുക്ക് പതുക്കെ കളർ ചെയ്യാം. ഓക്കെ, മതി. നമ്മൾ ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കണമെന്നുള്ളവർക്ക് ഔട്ട്ലൈൻ കൊടുക്കാമായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കുന്ന കാര്യം ഒരു നിമിഷം ഒന്ന് മറന്നുപോയി. കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഇനി ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഇനി മൊത്തം ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴത്തേക്കും വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഔട്ട്ലൈൻ കൊടുത്തിട്ട് വരാം. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ബ്രഷ് ഇട്ട് ഞാൻ ചെയ്യാൻ നോക്കി, നടക്കൂല, സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ ബ്രഷാണ്. അപ്പോൾ ഇതിൻ്റെ ചെറുതുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് കുറച്ചുകൂടി ജയൻ്റ് ആയിട്ടുള്ള സൈസാണ്. അപ്പോൾ കുറച്ചുള്ള സൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പെൻസിലിൻ്റെ ടിപ്പ് വച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് പെയിൻറ്റിൽ മുക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ണിൻ്റെയൊക്കെ സൂക്ഷ്മമായിട്ട് ചെയ്യാനുള്ള പാർട്സൊക്കെ പിന്നിട്ടും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഫുൾ ചെയ്തത്. ഒരുപാട് ടൈം എടുത്തു. ഇത് ഇപ്പം തന്നെ ഒരു 1 hour കഴിഞ്ഞ് കാണും ഞാനിത് ഫുൾ കംപ്ലീറ്റ് ആയപ്പോൾ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ ബാക്കി പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. ഈ പെയിൻറ്റിങ് പരിപാടിയാണ് സൂക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഫേസ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സൂക്ഷിച്ച് വേണം പെയിൻറ്റ് ചെയ്യാൻ. അത് നമുക്ക് ഇതുപോലത്തെ ഞാൻ നേരത്തെ ഇതുപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് പെയിൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ച ആ ഒരു ഔട്ട്ലൈൻ അല്ല, ഈ ഐയൊക്കെ ഉണ്ടല്ലോ, അതും മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ഫേക്ക് വീഡിയോ അല്ല, ഇത് ഞാൻ വരച്ചത് തന്നെയാണ്. പെയിൻറ്റിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് ഗ്ലാസ് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാൻ മനസ്സിലാവും. പെയിൻറ്റിൻ്റെ ടെക്സ്ചർ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ബാക്കാണ് സത്യം പറഞ്ഞാൽ മെയിൻ. അപ്പോൾ ബാക്ക് ഞാൻ നോക്കിയായിരുന്നു, ബാക്ക് കൊള്ളാം, അതുകൊണ്ട് ഞാനത് അവസാനം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലൂ പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ഫേസിൻ്റെ റിഫ്ലക്ഷനൊക്കെ അടിച്ച് വരയ്ക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഡാർക്ക് ബ്ലൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസിൻ്റെ റിഫ്ലക്ഷനൊന്നും വരയ്ക്കുന്നില്ല, കാരണം ഒരുപാട് ടൈം ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ലൈറ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് നമുക്ക് ഫേസ് ആദ്യം കൊടുക്കാം. ഞാനിത് ഈ ബ്ലൂ പെയിൻറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് ബ്ലൂ തന്നെയാണ് അടിച്ചത്. എൻ്റെ കയ്യിൽ ഡാർക്ക് ബ്ലൂ പോലെയാണ് ഇത് ഇരിക്കുന്നത് സംഭവം. ബട്ട് ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡാർക്കായിരിക്കുമല്ലോ. ഇത് ലൈറ്റ് ബ്ലൂ ആണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഡോംസിൻ്റെതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇത് ഉണങ്ങാനായിട്ട് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ സാധ്യതയുണ്ട്. ഭംഗിയുള്ളത് സത്യം പറഞ്ഞാൽ ഗ്ലാസ് പെയിൻ്റാണ്. ഗ്ലാസ് പെയിൻ്റ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, നല്ല ഒരു ഫിനിഷിങ് കിട്ടും. അത് മാത്രമല്ല സൺലൈറ്റിൻ്റെ ഒരു പ്രകാശത്തിൽ തന്നെ അത് ഗ്ലോ ആവാനായിട്ടുള്ള സാധ്യതയും ഏറെ ഉണ്ട്. അത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിലാണെങ്കിലാണ്. ഓക്കെ, ഇത് അക്രിലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഗ്ലാസ് പെയിൻറ്റ് ഇല്ല. അപ്പം ഈ ഒരു പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കി, ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയും ചെയ്യുന്നുണ്ട് ഈ പെയിൻ്റ് ഇട്ട്. അപ്പോൾ ഈ പെയിൻ്റ് ഇട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. നമുക്ക് ഫുൾ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് വീഡിയോ ഫുള്ള് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലെങ്ത് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് പെയിൻറ്റ് ചെയ്തിട്ട് വരാം. നമ്മൾ മുഖം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കിരീടവും മാലയും അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ കൃഷ്ണൻ്റെ നെറ്റിലൊരു കുറി ഉണ്ടല്ലോ, അപ്പോൾ ആ കുറിക്കായിട്ട് ഞാനിപ്പോൾ ഓറഞ്ച് കളറാണ് പെയിൻറ്റിങ്ങിനായിട്ട് എടുക്കുന്നത്. ഓറഞ്ച് കളർ നമുക്ക് ആ കുറിയായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോയോ റെഡോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ബ്രൈറ്റ് കളേഴ്സ് എടുക്കാവുന്നതാണ്. യെല്ലോ ആണെങ്കിൽ ബ്രൈറ്റ് ആണല്ലോ, അപ്പോൾ യെല്ലോ ആയിട്ടുള്ള ബ്രൈറ്റ് കളേഴ്സ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓറഞ്ചാണ് എല്ലാം അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് തുടങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ കുറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡെക്കറേഷൻസും നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് ഓറഞ്ചും റെഡ് യെല്ലോ എന്നിങ്ങനെയുള്ള 3 കളേഴ്സാണ്. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെതാണല്ലോ, അപ്പോൾ ഫ്ലവറൊക്കെ വരുന്ന സമയത്ത് ലീഫൊക്കെ കാണും. അപ്പോൾ ആ ലീഫിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഗ്രീനിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒക്കെ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം. ഒന്നുമില്ലാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഡ്രൈ ആവുന്ന ടൈം കൊണ്ടൊരു പരിപാടിയുണ്ട്. ഇത് കുറച്ച് മനോഹരമാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പണി ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്ലോക്ക് എടുക്കാം.
അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഈ ക്ലോക്കില്ലേടാ, ഈ ക്ലോക്കിൽ ഇവിടെ ഒരു ഹോളില്ലേ, നമ്മളത് ആ ഒരു ബാക്കിലത്തെ ബാറ്ററി വയ്ക്കുന്ന സംഭവം മാറ്റിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഹോൾ വരുമല്ലോ. ഈ ഹോളിലാണ് അടുത്ത പരിപാടിയുള്ളത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഒരു ഹോളിൽ ലൈറ്റ് വയ്ക്കാം. അപ്പോൾ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോ. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത ഈ ലൈറ്റാണ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ തൽക്കാലം ഏതെങ്കിലും ലൈറ്റ് എടുക്കുകയാണ്, ഞാൻ ഇതെടുക്കുകയാണ്. അപ്പോൾ ഈ ലൈറ്റ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ കയറ്റുകയാണ്. ഇതുപോലെ ഒരു 4-5 നമുക്ക് ഇതുപോലെ പറ്റുന്ന പോലെ ഒന്ന് കയറ്റി കൊടുക്കുക. കയറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ പടം നേരത്തെ ക്ലോക്ക് ഇരിക്കൂലേ, അതുപോലെ തന്നെ ഇരിക്കും. ഈ ലൈറ്റ് ബാക്കിൽ കത്തുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കയറ്റി കൊടുക്കാം. ഒരു 5-6 ലൈറ്റ് അകത്ത് വെച്ച് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സെലോ ടേപ്പ് ഒട്ടിക്കാം. ഫാറി ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ബെറ്റർ ഓപ്ഷനാണ്. നമ്മുടെ ക്ലോക്കിൻ്റെ ബാറ്ററി വയ്ക്കുന്ന അവിടെ അതിൻ്റെ ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഫാറി ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഗുഡ് ആയിരിക്കും. ബട്ട് എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ ക്രിസ്മസ് ട്രീയിലൊക്കെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റ് ഇവിടെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് എനിക്ക് എടുക്കേണ്ടി വരും ആ ലൈറ്റ്. അതുകൊണ്ട് ഞാൻ സെലോ ടേപ്പ് ഒന്നും ഒട്ടിക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്ത് നമ്മുടെ അത് ഒരു പെയിൻ്റ് അടിച്ച് വെച്ചില്ലേ, നമ്മുടെ ആ ഒരു സംഭവം നമ്മൾ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ പുറത്ത് സാധാരണ പോലെ വെച്ചതിന് ശേഷം ഈ മിറർ ഇളവി, ഗ്ലാസ് ഇളവി വരാതിരിക്കാനായിട്ടുള്ള ഇങ്ങനത്തെ റിങ് ഉണ്ടല്ലോ, റിങ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കത് ഉണങ്ങുന്നേരം വെയിറ്റ് ചെയ്യാം. ഇനി ഒരുപാട് നേരം ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. കാരണം പെട്ടെന്ന് ഡ്രൈ ആവാൻ വെക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ഇത് ഞാൻ ലെമൺ യെല്ലോ കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ അടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മാക്സിമം ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ക്ലോക്കിൽ ഞാൻ ലൈറ്റ് ഫിറ്റ് ചെയ്താൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ക്ലോക്ക് എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ ഈ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാം. അപ്പോൾ ഈ പിക്ചർ എന്താണെന്ന് കണ്ടാലോ. ഇനി ഇന്ന് ഇവിടുത്തെ ഇപ്പോൾ ഇതുപോലെയാണ് ആയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഈ റെസിൻ ആർട്ടൊക്കെ ഇല്ലേ, അതേ ഒരു ലുക്കാണ്. കാണാൻ നല്ല ഫിനിഷിങ് ഉണ്ട്, കൂടാതെ നല്ല ഷൈനിങ് കൂടെയാണിത്. നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഫുൾ വ്യൂ ഞാൻ ലൈറ്റ് കൂടെ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ചില്ലേ ക്ലോക്ക്, ആ ക്ലോക്ക് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ക്ലോക്കിൽ നമ്മൾ നേരത്തെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെച്ചായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ക്ലോക്ക്. ഈ ക്ലോക്കിനകത്ത് നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് വേണ്ട ഓർഡറിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്ലോക്ക് സാധാരണ എങ്ങനെയാണോ അതുപോലെ ഈ ഗ്ലാസ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു റിങ് കിട്ടുമല്ലോ, ക്ലോക്കിൻ്റെ റിങ്. ആ റിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ റിങ്. ഈ റിങ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ബാക്കിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഭാഗത്ത് സ്ക്രൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണും. ഈ സ്ക്രൂ പോയിന്റിൽ ഇരുന്നിട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ പണ്ടിരുന്ന പോലെ ഇരിക്കും. ഇത് നമുക്ക് വാൾ ഹാങ്ങിങ്ങിനും ഒരു ഗുഡ് ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാൾ ഡെക്കർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാൾ വ്യൂ ഞാൻ കാണിച്ചു തരാം.